നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, 10 തെറി പറയണമെന്നുണ്ട്. കാരണം നായകനെന്ന് പറഞ്ഞ ഒരു ക്ലാസിക് പടം എടുത്ത മണിരത്നവും കമലഹാസനും എത്രയോ വർഷത്തിന് ശേഷം ഒന്നിച്ചൊരു സിനിമയാണ്. പക്ഷെ എന്താണ് എടുത്തു വച്ചിരിക്കുന്നത്? ടോട്ടലി ഡെഡ് ലൈഫാണ്. ഡെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈഫ്. അത്രയ്ക്ക് ഊള സ്ക്രിപ്റ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. കമലഹാസൻ വേസ്റ്റഡ്, തൃഷ വേസ്റ്റഡ്, എ റഹ്മാൻ വേസ്റ്റഡ്. സത്യം പറഞ്ഞാൽ തിയേറ്റർ ചത്തിരിക്കും എന്ന് പറയൂലേ. പിന്നെ ലെജൻസ് ആയതുകൊണ്ട് ചീത്ത വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. സത്യം പറയാം, കമലഹാസനും മണിരത്നവും പ്രേക്ഷകരെ പറ്റിച്ചു. ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പേരും എടുത്തു വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയാണ് എടുത്തു വയ്ക്കുന്നത്. എന്ത് ഇമോഷനുണ്ട്, പ്രേക്ഷകർക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടണ്ടേ? ഇതിൽ കുറേ കമലഹാസൻ കരയുന്ന ഇതൊക്കെ ഉണ്ട്. മണിരത്നത്തിൻ്റെ ഒരുപാട് ഫ്ലോപ്പ് പടമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇമോഷൻസ് കൺവേ ചെയ്തിരിക്കുന്നത്. ഇത് പ്രേക്ഷകരായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല സിനിമയ്ക്ക്. 2.25 മണിക്കൂർ പട തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ചിമ്പുവിനൊക്കെ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ട്രെയിലർ ഈ പടത്തിനെ നശിപ്പിച്ച് കളഞ്ഞു. ട്രെയിലറിൽ ഉള്ളതല്ലാതെ ഒറ്റ സാധനം സിനിമയിലില്ല. ട്രെയിലറിൽ ഫുൾ സിനിമയും പറഞ്ഞിട്ടുണ്ട്. മണിരത്നവും കമലഹാസനും കൂടി ഇങ്ങനെ ഒരു പടം എടുക്കാനാണ് ഒന്നിക്കുന്നതെങ്കിൽ ഒന്നിക്കേണ്ട ആവശ്യമേ ഇല്ല. വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ ചീത്തയാണ് വിളിച്ചു പറയുന്നില്ല. മണിരത്നവും കമലഹാസനും ജോജു ഒക്കെ ആളി കത്തിക്കാനുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഒഴിച്ച് കെടുത്തി കളഞ്ഞു. എല്ലാവരെയും വേസ്റ്റഡ് ആക്കി കളഞ്ഞു. കമലഹാസൻ്റെ ആ ഒരു പേര് തന്നെ ഭയങ്കര പവറിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ സിനിമയെ ഒരു നല്ലൊരു ഫൈറ്റ് സീൻസ് പോലും എടുത്തു പറയാനില്ല. ഒന്നുകിൽ അവർ ഈ തഗ് ലൈഫ് പേര് മാറ്റി വേറെ എന്തെങ്കിലും കാവ്യാത്മകമായിട്ടുള്ള പേരിട്ടിട്ട് അങ്ങനെ പടം എടുത്ത് വയ്ക്കണം. തൃഷയുടെയൊക്കെ ഒരു ക്യാരക്ടറുണ്ട്, കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ കമലഹാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓരോരുത്തർക്ക് പ്രഷർ ഷുഗറൊക്കെ വരുന്ന പോലെയാണ് എനിക്ക് മറ്റേ അവിഹിത ബന്ധം വരുന്നത്. അത് ഗ്ലോറിഫൈ ചെയ്യാനാണെങ്കിൽ ഈ സിനിമ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കമലഹാസൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ. അതും ഓക്കെ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ സിനിമ എടുക്കുമ്പോൾ അത് പ്രേക്ഷകനെ കൺവേ ചെയ്യണം. അല്ലെങ്കിൽ ഇമോഷൻസ്, സത്യം പറഞ്ഞാൽ രവി കെ ചന്ദ്രൻ്റെ ക്യാമറ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ സീൻസൊക്കെ പറയാം. പക്ഷെ ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പേര് വിട്ടിട്ട് ടോട്ടലി ഡെഡ് മോഡാണ്. ഞാൻ ഒരു എത്ര മോശം സിനിമയാണെങ്കിലും ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് കാണും. ഇതും അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നാണ് കാണുന്നത്. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. എന്തൊക്കെ പച്ചത്തെറി പറയണമെന്നാണ്. പിന്നെ വീണ്ടും ഞാൻ കൺട്രോൾ എന്തെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നായകനാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചീത്ത വിളിക്കാത്തത്. ഭയങ്കര വിഷമമുണ്ട്. വളരെ മോശം പടം. ഇങ്ങനെ ഒരു മോശം സ്ക്രിപ്റ്റിൽ ഈ 2.25 മണിക്കൂർ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഒരു പടം എടുക്കും. പ്രത്യേകിച്ച് കമലഹാസനെ പോലെ. കമലഹാസൻ വിക്രം തന്നു, ഇന്ത്യൻ 2 ഒരു അപരാധ പടം തന്നു. അത് വെച്ച് നോക്കി ഇത് ഭേദമാണ്. പക്ഷേ മണിരത്നം കമലഹാസൻ കോംബോ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര പ്രതീക്ഷ കാണും. ആ പ്രതീക്ഷ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. പറഞ്ഞു പഴകി തേമ്പി കഥയാണ്. ആ കഥ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെക്കാട്ടും അട്ടർ മേക്കിംഗ്, ഇമോഷൻസ് ഒന്നും കൺവേ ആവണില്ല. ഞാൻ ഈ ഒരു വേർഡെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പൈസ കൊടുത്ത് കണ്ടതിന് എനിക്കൊരു അർത്ഥമില്ലാതെ. അതുകൊണ്ടാണ് ആ വേർഡ് ഞാൻ യൂസ് ചെയ്തത്. ടോട്ടലി ഡിസപ്പോയിന്റ്. മണിരത്നത്തിന്റെ പഴയ പടത്തിന് പോലെയൊക്കെ ഉണ്ട് നായകനൊക്കെ. സെക്കൻഡ് വളരെ മോശം, വളരെ കണ്ടോണ്ടിരിക്കുക. എത്രയും സെക്കൻഡ് ഹാഫ് വളരെ മോശം, വളരെ മോശം. ഞാൻ സിനിമ സഹിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫ് വളരെ മോശം. അതായത് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, തിരക്കേടില്ല പോയി. മണിരത്നത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു ക്യാരക്ടറാണ് രംഗനായ ശക്തിവേൽ എന്ന് പറഞ്ഞാൽ. ആ ക്യാരക്ടറിനായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാൾ വയസ്സായതാണ്, വയസ്സായിട്ട് അഭിനയിക്കുന്നതാണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇറങ്ങി പോണത്.